നമസ്കാരം. കഠിനംകുളം പഞ്ചായത്ത് അധികൃതർ ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ട് കാണുന്നില്ലേ? പള്ളിനടയ്ക്ക് സമീപമുള്ള ദൃശ്യമാണ്. ഒരു പ്രധാനപ്പെട്ട റോഡിൽ വലിയ കുഴി, ഒപ്പം വെള്ളക്കെട്ട്. ജനങ്ങളുടെ ജീവിതം അപകടത്തിലാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാട്ടുകാർ തന്നെ ഇറങ്ങി കുഴിമൂടുന്ന ഒരു രംഗമാണ്. അതായത് ഒരു പ്രധാനപ്പെട്ട റോഡാണ്, തീരദേശത്തേക്ക് കടന്നു പോകുന്ന, അതായത് തിരുവനന്തപുരം ജില്ലയിലെ കണിയാപുരത്തിന് സമീപം പെരുമാതിറയിലേക്ക് പോകുന്ന വഴിയാണ്. അതായത് കണിയാപുരത്ത് നിന്ന് ആലുംമൂട് വഴി പടിഞ്ഞാറ്റുമുക്ക്, പള്ളിനട, ചാന്നാങ്കര, കഠിനംകുളം, പെരുമാതിറ ആ പോകുന്ന റോഡിലാണ് ഈ വെള്ളക്കെട്ട് കാണുന്നത്. ഈ വെള്ളക്കെട്ടിനെ കുറിച്ചുള്ള ദൃശ്യം സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോൾ ഒരു വാർത്തയായി കൊടുക്കണമെന്ന് തോന്നിയത് ഈ അടുത്ത ദിവസം ഇതുവഴി സഞ്ചരിക്കേണ്ട സാഹചര്യമുണ്ടായി. ഒരു മരണത്തിന് പോകുന്ന സന്ദർഭത്തിലാണ് അപ്രതീക്ഷിതമായിട്ട് ഇതുവഴി കടന്നുപോയത്. അപ്പോഴാണ് ഈ മുട്ടറ്റമെത്തുന്ന വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞതുപോലെ ടൂ വീലറിൽ റോഡ് പോലും കാണാൻ പറ്റാതെ കുറെ പ്രദേശം അങ്ങ് വെള്ളത്തിൽ മൂടിക്കിടക്കുകയാണ്. അതായത് ഇതൊരു താഴ്ന്ന പ്രദേശമാണ്. ബാക്കിയുള്ള ഇടങ്ങളിൽ പൊന്തിയിടിക്കുന്നത് കൊണ്ടും ഡ്രെയിനേജ് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടും വെള്ളം ഒഴുകി നേരെ വന്ന് ഈ താഴ്ന്ന പ്രദേശത്ത് നല്ല രീതിയിൽ ഉയർന്നു കെട്ടിക്കിടക്കും. ആ ഉയർന്നു കെട്ടിക്കിടക്കുമ്പോൾ റോഡേ കാണാൻ പറ്റുന്നില്ല. അതിന്റെ നടുക്കാണ് ഒരു മരണക്കുഴി എന്ന് വേണമെങ്കിൽ പറയാം. ആ കുഴി ടൂ വീലറുകാരെ സംബന്ധിക്കുന്നിടത്തോളം അപകടക്കെണിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെയാണ് ഇന്നിപ്പോ നാട്ടുകാരിറങ്ങി ആ കുഴി ഒരു പതിവ് അപകടക്കെണിയായപ്പോൾ അതിനെ മൂടാൻ രംഗത്തിറങ്ങിയത്. ഇത് ചെയ്യേണ്ടിയിരുന്നത് നാട്ടുകാരല്ല, ചെയ്യേണ്ടിയിരുന്നത് ബന്ധപ്പെട്ട അധികൃതരാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ദൃശ്യം കണ്ടപ്പോൾ അത് പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടേണ്ടതുണ്ട്. ബന്ധപ്പെട്ടവർ ആരാണോ ആ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യമുണ്ട് എന്ന നിലയ്ക്ക് നാട്ടുകാർ അത് കാണേണ്ടതുണ്ട് എന്ന് തോന്നിയത്. ആശ മെമ്പറുടെയും ഹരിപ്രസാദന്റെ ശ്രദ്ധയ്ക്ക്, കാരണം നിങ്ങളെ മെൻഷൻ ചെയ്യണമെന്ന് പറയുന്നത് നിങ്ങൾ ഇത് പൊതുമരാമത്ത് റോഡാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഇലക്ഷൻ അടുത്തത് കൊണ്ട് മാത്രമല്ല, ഈ റോഡിലൂടെ പോകുന്നവർ ഭയങ്കര ബുദ്ധിമുട്ടിലൂടെയാണ് പോകുന്നത്. ഞാൻ ഈ കുഴി വീണിട്ടാണ് നോക്കി ഇതിന്റെ അവസ്ഥ. തൊട്ടടുത്ത കുഴിതാ നമ്മൾ കുറെ മണ്ണ് വെട്ടിയിട്ടുകൊണ്ട് ചെറിയ മാറ്റമുണ്ട്. ഈ കുഴിയിൽ വന്ന് വീണാലും ബാക്കിൽ നിന്ന് ഒരു ബസ് വരുന്നെങ്കിൽ ആ ബൈക്കാരൻ തെറ്റിയടിച്ച് വീണാൽ മരണം ഉറപ്പാണ്. ഒരു മരണം സംഭവിക്കുന്നതിന് മുമ്പ് ഇതിനൊരു പരിഹാരം കാണണമെന്ന് നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടത് എത്രയും പെട്ടെന്ന് ഇത് പരിഹരിക്കും. ഈ നാടിന് ഏറ്റവും വലിയ ഫ്രാൻസിസ് അണ്ണൻ്റെ അടുത്തും കൂടെയാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ഇതിന് ഒരു കാര്യം പരിഹാരം ഉണ്ടായേ പറ്റുള്ളൂ. ബാക്കി വെള്ളക്കെട്ട് പിന്നെയും കുഴപ്പമില്ല. ഈ സാധാ വീഴാൻ പോകുന്നത് എത്രയോ പ്രാവശ്യമില്ലായിരുന്നു. ആ കുഴി വീണ പോയി, ആ വലിയ 2 കുഴി വീണ തീർന്നു. അതായത് നമുക്ക് അർബാനയിൽ എത്തുമ്പോൾ മെറ്റൽ അവിടെ കിടക്കുന്നു, അത് പോയി എടുത്തിട്ട് വരാം. അതില്ല തൽക്കാലമായി ആ കുഴി കാണിച്ചു കൊടുക്കും. ആ കുഴി കാണിച്ചു കൊടുക്കും. ഞാൻ വേണമെങ്കിൽ വണ്ടി എടുത്ത് കാണിച്ചു കൊടുക്കാം. ആ കുഴിയുടെ ആഴം കണ്ടോ? ഞാൻ കാണിച്ചു കൊടുക്കാം. എവിടെ ഇതാണല്ലോ. അതെ അതെ, ഇവിടെ അതെ അല്ലേ. ഈ കുഴിയിൽ ഇങ്ങനെ ഒരാൾ വന്ന് വീണാലും ഒന്ന് കെട്ടി ഇവിടെ വീഴുന്ന ബാക്കിൽ നിന്ന് ഒരു ബസ് വരെയും ചെയ്താലും മരണം, അല്ലെങ്കിൽ ഒരു വലിയ അപകടം സംഭവിക്കും. അതിനു മുമ്പ് ഒരു പരിഹാരമാണ് ആവശ്യം. സൈഡിൽ കിടക്കുന്ന മണ്ണ് കമ്പ്ലീറ്റ് വെട്ടി ആ സൈഡിലോട്ട് ഇട്ട് വലിച്ചുവാരി മൂടുകയാണ്. ഇത് വലിയൊരു അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. ആള് വീണതാ, അപകടം ഉണ്ടായിരുന്നു. നോക്കണം, കണ്ടില്ല, കണ്ടോണ്ടിരൂല്ല. ആ പോട്ടെ, നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടില്ലായിരുന്നു. അപ്പം ഇതെങ്ങനെയാണ് സംഭവങ്ങൾ? കണ്ടില്ല. ഇത് പള്ളിനട മുതൽ ജാവ കോട്ടേജ് വരെയുള്ള വെള്ളക്കെട്ടാണ്. ഇതിന് മുന്നേ ഞാനൊരു ലൈവ് ഇട്ടിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടിലാണ് വീട്ടിനകത്ത് വരെയുള്ള ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഈ ഇലക്ഷൻ എടുത്തത് കൊണ്ടാണ് വീണ്ടും ഞാനൊരു ലൈവ് കൂടെ ഇടുന്നത്. അത് അധികാരികൾ കണ്ണു തുറക്കട്ടെ. ഈ നാടിന് വേണ്ടിയാണ് നമ്മൾ ആൾക്കാരെ ഇലക്ഷൻ എടുക്കുമ്പോഴത്തേക്കും വോട്ടുകളും മേടിച്ചിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. നാട്ടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? 5-6 വർഷമായി ഈ റോഡ് ഇതേ അവസ്ഥയിൽ കിടക്കുന്നു. ഒരു മെയിൻ്റനൻസ് വർക്ക് പോലും ഇതുവരെ ചെയ്തിട്ടില്ല. പടിഞ്ഞാറ്റുമുക്കിന് അപ്പുറമുള്ള സൈഡുകൾ മുഴുവനും അത് വൃത്തിയാക്കിയിട്ടുണ്ട്.
പറയണേ പറ വാടാ. ഓക്കെ, അപ്പോൾ ഞാൻ ലൈവിൽ നിന്നും വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ. ഇത്തരം പ്രശ്നങ്ങളിൽ രാഷ്ട്രീയമല്ല, അത് ഒരു ജെനുവിനാണോ ഇല്ലയോ എന്നുള്ളതാണ്. വളരെ അടിയന്തര ഇടപെടൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം ഇത്തരം കുഴികളിൽ ഒരാൾ വീണ് അപകടമുണ്ടായാൽ എങ്ങനെ ആയിരിക്കും പിന്നീട് അത് ചർച്ച ചെയ്യപ്പെടുക. ഈ പറഞ്ഞൊരു കാര്യം പറയാൻ കാരണം, അന്ന് ഈ പറഞ്ഞ മരണത്തിന് പോയ സന്ദർഭത്തിൽ അവിടേക്ക് വന്നൊരു സ്ത്രീക്കും സമാനമായിട്ടുള്ള അനുഭവം അവിടെ വന്ന് പങ്കുവെക്കുന്നത് കേട്ടു. അതായത് ഇതുപോലെ ബസിന്റെ പുറകെ വരികയായിരുന്നു, അവിടെ കുഴിയുണ്ടെന്ന് കരുതിയില്ല, ഈ വെള്ളക്കെട്ടിന്റെ ഇടയിൽ വന്ന് കുഴിയിൽ വീണു, അവരെ കാലിന് നേരിയ പരിക്കേറ്റതായിട്ട് അവിടെ വരുന്നു. പിന്നെ അവിടെ നിന്ന് ബാൻഡേജ് വാങ്ങി ഒട്ടിക്കുന്നത് കണ്ടു. അന്നേ വാർത്തയാക്കണമെന്ന് കരുതിയതാണ്. പിന്നീട് തിരിച്ചു വന്നപ്പോൾ ഇതിന് തൊട്ടപ്പുറത്തൊരു വഴി ഉണ്ടായിരുന്നു, ഈ വെള്ളക്കെട്ടിൽ ഇറങ്ങണ്ട എന്ന് കരുതി അതുവഴി പോവുകയും ചെയ്തു. ആ വിഷയം അങ്ങ് വിട്ടുപോയി. അപ്പോഴാണ് ഇന്നിപ്പോ ഈ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ കണ്ടത്. അത് കൃത്യമായിട്ട് അധികാരികൾ അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയമാണ്. കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുകയോ അയാൾ ഏതെങ്കിലും ഒരു അത്യാവശ്യത്തിന് പോകുന്ന സന്ദർഭത്തിൽ ഈ കുഴിയിൽ വീണ് ആ വെള്ളത്തിൽ വീണ് ശരീരം മുഴുവൻ അല്ലെങ്കിൽ ആ ഡ്രസ്സ് മുഴുവൻ ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടാകും. അയാളുടെ ആവശ്യം നഷ്ടപ്പെട്ടു, അയാൾക്ക് പരിക്കേറ്റു, ഒരു ദിവസം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഒരു പക്ഷേ ഒരു പദ്ധതി നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ചട്ടപ്രകാരം നടക്കാൻ ഒരുപാട് സമയം വൈകുമായിരിക്കും. പക്ഷേ താൽക്കാലികമായിട്ട് ചില കാര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാൻ, ഇപ്പോൾ ഈ നാട്ടുകാർ ചെയ്യുന്ന ഒരു കാര്യം തന്നെ, കുറച്ച് മണ്ണ് വെട്ടിയിടാൻ, ഏതെങ്കിലും ഒരാളെ നിർത്തിയിട്ട് അത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഇത്രയും വലിയ ഗർത്തം പോലുള്ള കുഴികൾ അത് അതിന്റെ ഇടയിൽ പതിയിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് വെള്ളക്കെട്ടുണ്ടാകുന്ന സന്ദർഭത്തിൽ ഇത്രയും വലിയ കുഴിയുള്ളത് ആർക്കും എന്തായാലും ഈ ജ്ഞാനദൃഷ്ടിയോ അല്ലെങ്കിൽ ഈ വെള്ളത്തിന്റെ അടിഭാഗത്ത് എന്തുണ്ട് എന്ന് നോക്കിക്കാണാനുള്ള ശേഷി ഉണ്ടാകില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അപകടം പതിയിരിക്കുന്ന കാര്യങ്ങൾ അത് അവിടുത്തെ ജനപ്രതിനിധികളായിക്കോട്ടെ, ബന്ധപ്പെട്ട അധികാരികളായിക്കോട്ടെ, അവർ ആരായിരുന്നാലും ശരി, അത് മുൻകൂട്ടി കണ്ട് അതിൽ ഇടപെടുകയാണ് വേണ്ടത്. അതിൽ രാഷ്ട്രീയം കലർത്തലില്ല. ഒരു പക്ഷേ ഒരാൾ വീണത് വലിയ ചർച്ചയാകുമ്പോൾ പിന്നീട് അത് ഏത് നിലയ്ക്കായിരിക്കും നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയുക. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ അത് PWD റോഡാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. PWD മിനിസ്റ്റർ ആയിട്ടുള്ള മുഹമ്മദ് റിയാസ് ആ വാർത്ത കാണുകയാണെങ്കിൽ പോലും ഇതിൽ ഒരു താൽക്കാലികമായിട്ടെങ്കിലും ഒരു ഇടപെടൽ നടത്തേണ്ടതുണ്ട്. കാര്യം ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഇല്ലാതെ ഈ ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരമില്ല. അപ്പോ അത് നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ റോഡിന്റെ തൊട്ടപ്പുറത്താണ് പടിഞ്ഞാറ്റുമുക്കിൽ നിന്ന് അപ്പുറത്ത് ചിറ്റാറ്റുമുക്കിലേക്ക് പോകുന്ന റോഡ് വരുന്നത്. അവിടെയൊക്കെ ഈ അടുത്ത കാലത്ത് നവീകരണ പ്രക്രിയ പൂർത്തിയാക്കി ഗംഭീര റോഡ് കടന്നു വന്ന ഇടമാണ്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം നിരവധി പേർ സഞ്ചരിക്കുന്ന ഈ പടിഞ്ഞാറ്റുമുക്ക് പെരുമാതറ റൂട്ട് അല്ലെങ്കിൽ ചാന്നാങ്കര റൂട്ടിലേക്ക് പോകുന്ന റോഡിന്റെ അവസ്ഥ വളരെ ദുർഗതിയിലാണ്. അത് അടിയന്തരമായിട്ട് പുനർസൃഷ്ടിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് പുനർസൃഷ്ടിക്കാൻ വേണ്ടി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും അവിടെ താൽക്കാലികമായിട്ട് അപകടക്കണി ഉണ്ടാക്കുന്ന കുഴികൾ നികത്തി കൊടുക്കാനെങ്കിലും ബന്ധപ്പെട്ടവർ തയ്യാറാകേണ്ടതുണ്ട്. എന്തായാലും നാട്ടുകാരിൽ ഈ സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളതുകൊണ്ടും ഒപ്പം തന്നെ ജനങ്ങൾ അപകടത്തിൽപ്പെടണ്ട എന്ന് കരുതിക്കൊണ്ട് അവർ താൽക്കാലികമായി ആ കുഴിയിൽ കുറച്ച് മണ്ണ് വെട്ടിയിടുന്നുണ്ടെങ്കിലും ആ വെള്ളം മാറിയ ഉടനടി അതിൽ പരിഹാരം കാണേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ്. എന്തായാലും അത്തരം പ്രവൃത്തി ചെയ്യാനായിട്ടൊക്കെ ഇറങ്ങി പുറപ്പെടുന്ന നാട്ടുകാർ സമൂഹത്തിന് മാതൃകയാണ്. കാര്യം നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിൽ ഇടപെടാൻ കാണിക്കുന്ന മാന്യത പലർക്കും ഇല്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ കാര്യം മാത്രം നോക്കി പോകുന്നിടത്ത് അത് പാടില്ല. മറ്റൊരാൾ അപകടത്തിൽപ്പെട്ടാലും അവരെക്കുറിച്ച് ചിന്തയുണ്ടാകുന്നത് ഒരു നല്ല മാതൃക എന്നുള്ള നിലയ്ക്ക് ആ ചെയ്ത പ്രവർത്തനത്തെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അടിയന്തര നടപടി ആവശ്യമാണ്. കഠിനംകുളം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ റോഡായതുകൊണ്ടും അവിടുത്തെ വാർഡ് മെമ്പർ ആയതുകൊണ്ടും ആ വിഷയത്തിൽ രാഷ്ട്രീയം മാറ്റിവെച്ച് ജനങ്ങളുടെ പ്രശ്നമായി കണ്ടുകൊണ്ടും ജനങ്ങളുടെ ജീവൻ പ്രശ്നത്തിൽ അവർക്ക് എന്തെങ്കിലും അപകടമുണ്ടായാൽ അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ ഉടനടി ഇടപെടേണ്ടത് അത്യാവശ്യമാണെന്ന് പറയാതിരിക്കാൻ തരമില്ല.